ജലസേചനത്തിൻ്റെ ഏറ്റവും പരമ്പരാഗതമായ ഈ രീതി ഇന്നും തുടരുന്ന മനോഹരമായൊരു രാജസ്ഥാനി ഗ്രാമത്തിൻ്റെ കഥ പറയാം. കൃഷിയിടങ്ങളിലെ ജലസേചനത്തിനായി വെള്ളം സംഭരിക്കാൻ ഉപയോഗിക്കുന്ന ഏറെ പുരാതനമായ ഈ രീതിയാണ് റഹട്ട് അല്ലെങ്കിൽ പേർഷ്യൻ വീൽ. ലോകത്ത് ഈ കാഴ്ചകൾ ഇന്നും അവശേഷിക്കുന്ന ചുരുക്കം ചില ഗ്രാമങ്ങളിലൊന്ന് രാജസ്ഥാനിലെ ചിപ്പാലയാണ്. നമ്മുടെ കഥായാത്രയിൽ ഇന്നത്തേത് ഒരു അത്യപൂർവ കഥയാണ്. ജോധ്പൂരിൽ നിന്നും 5 മണിക്കൂർ നിരവധി ഊടുവഴികൾ താണ്ടിയാണ് ഈ ഉൾഗ്രാമത്തിൽ ഞാൻ എത്തിച്ചേർന്നത്. ദുർഘടമായ പാതകൾക്കൊടുവിലാണ് പലപ്പോഴും നമ്മൾ പ്രതീക്ഷയുടെ തീരമണയുന്നത് എന്ന് അല്ലാമ ഇഖ്ബാൽ തൻ്റെ കവിതയിൽ പറയുന്നുണ്ട്. കഠിൻ ഹേ റാഹ് ഗുസർ, സഖ്ത് ഹേ മഖാമാത്ത്, ദിലേ സുബൂർ, കഹാ തക് സഫർ, കഹാ തക് രാത്ത്. ഉൾഗ്രാമം എന്ന വിശേഷണം പോലും ഒരുപക്ഷെ ഈ പ്രദേശത്തിന് നീതികേടായിരിക്കും. കാരണം അനേകം ഉൾവഴികളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ചാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അരമണിക്കൂർ മുമ്പേ മൊബൈലിൽ നെറ്റ്വർക്കുകളെല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. കാളകളെ ഈ ഇരുമ്പ് ചക്രത്തിന് ചുറ്റും നടത്തിക്കുന്നതിനനുസരിച്ചാണ് റഹട്ടിൻ്റെ പ്രവർത്തനം. അതനുസരിച്ച് കുളത്തിലെ വെള്ളം താഴെ നിന്നും തൊട്ടികളിലേക്ക് ശേഖരിച്ച് മുകളിലെത്തുമ്പോൾ പാത്തിയിലേക്ക് കൈമാറുന്നു. 3 കിലോമീറ്റർ അകലെയുള്ള രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന കൃഷിയിടങ്ങളിലേക്കാണ് ഈ കുളങ്ങളിൽ നിന്നും സംഭരിച്ച വെള്ളം ചാലുകളിലൂടെ എത്തിച്ചേരുന്നത്. അതീവ ഹൃദ്യമായ കാഴ്ചകളാണ് ചിപ്പാല നിവാസികൾ നമുക്ക് വേണ്ടി ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും കെടാതെ കത്തിച്ചു വച്ചിരിക്കുന്നത്. താണ്ടിയ ദൂരങ്ങൾ അത്രയും മനോഹരമായ ഈ ദൃശ്യവിരുന്നിൽ അലിഞ്ഞില്ലാതായിരിക്കുന്നു. मेरा नाम सुरेश सिंह है और 70-80 साल से मतलब ये काम पिलाई का करवा रहे रेड से. ചിപ്പാലയിൽ റഹട്ട് സംവിധാനം 3 ഇടങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ബാക്കിയെല്ലാം ആധുനിക സംവിധാനങ്ങൾക്ക് വഴിമാറിയെന്നാണ് ഗ്രാമീണർ പറയുന്നത്. പ്രദേശത്തെ വൈദ്യുതി ലഭ്യതയുടെ അപര്യാപ്തത മൂലമാണ് ഈ പ്രദേശങ്ങളിൽ റഹട്ട് ഇപ്പോഴും അവശേഷിക്കുന്നതിന് കാരണം. പരമ്പരാഗത രീതികൾക്ക് എപ്പോഴും ഒരു താളവും സൗന്ദര്യവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സമയത്തിൻ്റെയും സൗകര്യങ്ങളുടെയും മികവിലാണ് ആധുനിക സംവിധാനങ്ങൾ ഈ സൗന്ദര്യത്തെ കൂടി മറികടക്കുന്നത്. രണ്ടിനും അതിൻ്റേതായ മേന്മകളുണ്ട്. വീണ്ടും കാണാം.